ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂട്ടലയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലോ ന്യൂട്ടല്ല. അതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ കപ്പലണ്ടി വെച്ചിട്ട് എങ്ങനെ ന്യൂട്ടല്ല തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചക്കപ്പലണ്ടിയാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ. നെക്സ്റ്റ് വേണ്ടത് പൗഡേർഡ് ഷുഗർ ആണ്. 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ. പിന്നീട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടർ ആണ്. ബട്ടർ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കപ്പലണ്ടി ഒന്ന് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാനിൽ ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ഇത് ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ടതില്ല. ഇതാ ഇത്ര മതി കേട്ടോ. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഞാനിത് ചെയ്തെടുക്കുന്നത് കപ്പലണ്ടിയിലാണ്. നമുക്കിത് വേറെ ഏത് നട്ട്സ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. കപ്പലണ്ടി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു നട്ട്സ് ആണല്ലോ. ഇനി നമുക്ക് പഞ്ചസാര ജ്യൂസ് ജാറിൽ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. നമുക്കിവിടെ പൊടിച്ച പഞ്ചസാരയാണല്ലോ വേണ്ടത്. അതിനായി നമുക്ക് പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായി തന്നെ എടുക്കണം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി അരിച്ചെടുക്കണം. എത്ര പൊടിയായാലും ഇതിനകത്ത് ചെറിയ തരികൾ ഉണ്ടാകും. അത് കളയാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂട്ടല കറക്റ്റ് സ്മൂത്തായി കിട്ടില്ല. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഫൈൻ പൗഡർ തന്നെ വേണം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിന്റെ നനവുണ്ടാകാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. ഇത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും കറക്റ്റായി കിട്ടുന്നതിനും ജ്യൂസ് ജാറിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ എടുക്കണം. ഇത് ആദ്യം തന്നെ നന്നായി പൊടിച്ചെടുക്കാം. ഇതിപ്പം നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി അടിച്ചെടുക്കണം. കാരണം ഈ നട്ട്സിൽ നിന്നും ഓയിൽ വരും. അതിനുവേണ്ടി നന്നായി ഒന്നുകൂടി അടിച്ചെടുക്കണം. കുറച്ച് ഓയിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെ തന്നെ ഇതിന്റെ ഓയിൽ കണ്ടന്റ് വരുന്നത്. ഇനിയും നമുക്കിത് അടിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഓയിൽ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബട്ടർ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുണ്ട്. ഈ ടൈം എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഈ ടൈമാണ് നമ്മുടെ പൗഡർ ഷുഗറും കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു രൂപത്തിൽ. ഇനി നമുക്ക് ബാക്കി വെച്ചിട്ടുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ പീനട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്, കാഷ്യൂ, ഹേസൽനട്ട് ഏത് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പീനട്ട്സ് ആകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ കുറച്ചുകൂടി വെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ബട്ടർ മതി കേട്ടോ. ഇനി ഞാൻ ഇതിൽ ബട്ടറൊന്നും ചേർക്കുന്നില്ല. ഇത്രയും ബട്ടർ മതി. ഇനി നമുക്കിതൊന്ന് വീണ്ടും സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ബട്ടറൊന്നും ചേർക്കാതെ തന്നെ ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം. എത്രത്തോളം അടിച്ചെടുക്കുന്നോ അത്രയും സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ന്യൂട്ടെല്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഒട്ടും വെള്ളമില്ലാത്ത ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ 1 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും പണിയായിട്ട് തോന്നുന്നത്. അടിച്ചെടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഇതിന് വേണ്ടതുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ബ്രെഡിന് തേച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇനി ന്യൂട്ടെല്ല കടയിൽ നിന്ന് വാങ്ങി കാശ് കളയേണ്ടതില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്താലേ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിലെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്